ലോണ് കുടുങ്ങി കടത്തി കുടുങ്ങിയത് എന്തിനാ സുഹൃത്തുക്കളെ? എന്തിനാ കടത്തി കുടുങ്ങിയത്? എത്ര പൈസ കടം? ഒരു സഹോദരി അവരുടെ കഷ്ടപ്പാട് പറഞ്ഞ് കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ ഞാൻ വെറുതെ ചോദിച്ചു ഫോൺ വെക്കാൻ സമയത്ത് ലോൺ ഉണ്ടോന്ന്. അവർ പറഞ്ഞു 8000 റുപ്യ എല്ലാ മാസവും ലോൺ കൊടുക്കണം, 7000 റുപ്യ വീടിന്റെ വാടകയും കൊടുക്കണം, മാസം ഇങ്ങനെ തികയുമ്പോൾ പേടിയാണ് 15 എവിടെ നിന്ന് കിട്ടുന്നു. ഇത് ചിന്തിക്കുന്ന എത്രയെത്ര കുടുംബങ്ങളുടെ സുഹൃത്തുക്കളെ നാട്ടിൽ, എത്രയെത്ര കുടുംബം. എന്തേ ഇത്ര വലിയ ബുദ്ധിമുട്ട്? എല്ലാവരും ജീവിക്കുമ്പോൾ നമുക്കും ജീവിക്കണം. അവന്റെ വീട് പോലൊരു വീട് എന്റെ മക്കൾക്ക് വേണം, ഇവന്റെ കാറ് പോലൊരു കാറ് എന്റെ മക്കൾക്ക് വേണം, അവന്റെ ഉടുപ്പ് പോലെ ഉടുപ്പ് എന്റെ മോൾക്ക് വേണം. ആഗ്രഹം നല്ലതാണ് സുഹൃത്തുക്കൾ. ഉള്ള വരുമാനം കൊണ്ട് ജീവിച്ച് ഈ ദുനിയാവിൽ സംതൃപ്തിയോടെ കൂടെ ജീവിക്കാൻ പറ്റും. എന്തിന്? സംതൃപ്തകരമായ ഒരു ജീവിതം എന്നെ കാത്തിരിക്കുന്നു. അവിടെ എന്റെ എല്ലാ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കും. ഇവിടെ ഞാൻ എന്ത് ചെയ്യാം? പടച്ചോന് പറ്റാത്തതൊക്കെ ഒഴിവാക്കിയിട്ട് ഉള്ളത് കൊണ്ട് ഭക്ഷണം കഴിച്ച് കടമില്ലാതെ സമാധാനത്തോടെ ഞാൻ കഴിച്ചു കൂട്ടും എന്നൊരു മനസ്സ് പരലോക വിശ്വാസം കൊണ്ട് ഉണ്ടായി കിട്ടണ്ടേ സുഹൃത്തുക്കളെ? നമ്മുടെ കുട്ടികൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ അതാണ്, ആഗ്രഹങ്ങൾ അതാണ്. അവർ വലിയ കോടീശ്വരന്മാരെ മക്കളെ പോലെ ആഗ്രഹങ്ങൾ പറയുന്നു. അവർക്ക് വീട്ടിലെ ഭക്ഷണം പോരാ. ദീന് ഉള്ളിൽ കയറിയാൽ, മനസ്സിന്റെ ഉള്ളിൽ കയറിയാൽ സംതൃപ്തമാകും ജീവിതം. ഉള്ളത് കൊണ്ട് ഇഷ്ടപ്പെട്ട് സമാധാനത്തോടെ ജീവിക്കും. വേണ്ടമ്മ, നമ്മൾ വെറുതെ കടം വാങ്ങണ്ട, ബുദ്ധിമുട്ടാകണ്ട. കാരണം എന്താ അറിയോ? രക്തസാക്ഷിക്ക് പോലും എല്ലാ തിന്മകളും പൊറുക്കും. രക്തസാക്ഷിയാവുമ്പോൾ എല്ലാ പാപം പൊറുക്കും. ഇല്ല ദൈൻ കടം പൊറുക്കൂല. വാപ്പ ആ കടം കൊണ്ട് അവർക്ക് പോണ്ടമ്മ. ഉള്ളത് മതി, ഉള്ള കോഴ്സ് മതി, ഉള്ള പഠനം മതി, ഉള്ള ജീവിതം മതി. പരസ്പരം ഓർമ്മപ്പെടുത്തും. സുഹൃത്തുക്കളെ, ദീന് ഉള്ളിലേക്ക് എത്താൻ അവസരമുണ്ടോ? സംഘടനകളുണ്ട്, പ്രസംഗകന്മാരുണ്ട്, നാട്ടിൽ മുഴുവനും ഫോണുണ്ട്, നെറ്റുണ്ട്. പക്ഷേ ദീനിന്റെ ആ സമാധാനത്തിന്റെ സന്ദേശങ്ങൾ മനസ്സിന്റെ ഉള്ളിലേക്ക് വരാതെ ഇവിടെ ഒരു പ്രശ്നവും പരിഹരിച്ചു പോകില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സുഹൃത്തുക്കൾ.